ഹലോ ഗായ്സ്, രാത്രിയായപ്പോൾ എനിക്കും ചേട്ടനും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കാമെന്ന്. ഞാൻ പറഞ്ഞു പോയി ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ. ചേട്ടൻ വേഗം പോയി ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞാനത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ വെച്ച് നല്ല രീതിയിൽ തിരുമിയെടുത്ത് എന്നിട്ട് നമ്മുടെ കുക്കറിലേക്ക് അങ്ങോട്ട് തട്ടി കേട്ടോ. ഇത് ഇവിടുന്ന് വീഴുമ്പോഴത്തേക്കും നമ്മുടെ പുട്ടിനുള്ള മാവ് എന്തായാലും നമുക്ക് നോക്കാം. അമ്മയാണെങ്കിൽ അവിടെ പുട്ടിനുള്ള മാവ് ഒഴിക്കുന്ന ധൃതിയിലായിരുന്നു. അച്ഛനാണെങ്കിൽ ഗോതമ്പൂട്ടും ഞങ്ങൾക്ക് 3 പേർക്കും അരിപ്പുട്ടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ ഇവിടുന്ന് മാവ് ഒഴിക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് അപ്പുറത്തേക്ക് പോയി നമ്മുടെ മസാല അങ്ങോട്ട് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് കടുകൊക്കെ പൊടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് നമ്മുടെ കുനുകുനായ സവാളയും ചെറിയ ഉള്ളിയും അങ്ങോട്ട് തട്ടിക്കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കുക്കറിന്റെ വിളി വന്നു, നമ്മുടെ ബീഫ് എന്തെന്ന്. അങ്ങനെ കുക്കർ അങ്ങോട്ട് അടുപ്പത്തൊന്ന് താത്തു വെച്ച് കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും സവാള വഴറ്റാനായിട്ട് പോയി. സവാള നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതങ്ങോട്ട് വഴറ്റി പിന്നീട് നമുക്ക് നമ്മുടെ പൊടിവകളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് തട്ടി നല്ല രീതിക്ക് മൂപ്പിച്ചെടുത്ത് കേട്ടോ. ചേട്ടനാണെങ്കിൽ ബീഫ് കറിയുടെ കൂടെ തോനെ മല്ലിയിലേക്ക് തൂവുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആ മസാല വന്നപ്പോഴത്തേക്കും നമ്മുടെ ബീഫും കൂടെ അങ്ങോട്ട് തട്ടി രണ്ടും കൂടെ വേവാനായിട്ട് വെച്ചു. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില തോനെ അങ്ങോട്ട് ചേർത്ത് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ അങ്ങോട്ട് ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ പുട്ടൊക്കെ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് കഴിച്ച് നോക്കാം. അങ്ങനെ ഞാൻ ബീഫ് കറി എടുത്ത് ഇങ്ങനെ ടേസ്റ്റ് നോക്കി. നല്ല രീതിയിൽ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു. നല്ല കൊഴുപ്പൊക്കെ നല്ല പാകത്തിനുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എന്നിട്ട് നമുക്ക് നമ്മളെ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോകാം. ആദ്യം തന്നെ ചിരട്ടപ്പുട്ടിലേക്ക് ഒരു ലെയറായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മാവ് ഇട്ട് കൊടുത്തു. അതിന്റെ മുകളിലേക്ക് നമ്മൾ കുറുകിയ ബീഫ് അങ്ങോട്ട് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് വീണ്ടും നല്ല മാവൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് പുട്ട് അങ്ങോട്ട് വേവാനായിട്ട് വെച്ച് കേട്ടോ. കുറച്ച് സമയത്തിന് ശേഷം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് നല്ല പുട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഞാൻ തന്നെ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി. കണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പാത്രത്തിലൊക്കെ ആക്കി ഞാൻ കഴിക്കാനായിട്ട് പോയി. അങ്ങനെ നമ്മുടെ ഇറച്ചിപ്പുട്ട് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോയി കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആവി ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പീസും കുറച്ച് പുട്ടും കൂടെ എടുത്ത് നല്ല രീതിയിൽ ഊതി വായിലേക്ക് ഇട്ടു. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, പുട്ടും നല്ല സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനാണെങ്കിൽ ആ പുട്ടും ബീഫും എല്ലാം കൂടി ഇടിച്ച് കുഴച്ച് അങ്ങോട്ട് വായിലേക്ക് ഇട്ട് ഞം ഞം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.